ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ്. ഞങ്ങളും അച്ഛനും കൂടെ കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. എങ്കിലും പോവാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയപ്പോൾ അമ്പലം മൊത്തം വെള്ളം കയറി കിടക്കുവാണ്. എങ്കിലും നമ്മൾ ഒരു വിധത്തിൽ നീന്തി തൊഴുത് വഴിപാടെല്ലാം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വഴിപാടെല്ലാം കഴിച്ച് ഇറങ്ങി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾ അമ്മയുടെ കയ്യിലങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കുക്കിങ്ങാണ്. അങ്ങനെ ഇതാ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ചേച്ചി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊരു വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഇതാ അവൾ ആ വണ്ടിയിൽ നിന്ന് അവൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവൾ തള്ളിക്കൊണ്ടും ഉന്തിക്കൊണ്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുവഴിയൊക്കെ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ തോതിലാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കുഞ്ഞിൻ്റെത്. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ സമയത്ത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുഞ്ഞിന് കേക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാ കേക്കൊക്കെ കൊടുത്തു. നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല. എപ്പോഴും ഒരുപാട് ആൾക്കാരുള്ളതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ കുഞ്ഞിനോടായാലും നമ്മളോടായാലും കുറച്ച് സ്നേഹവും കുറച്ച് ആത്മാർത്ഥതയുള്ള കുറച്ച് പേരായിട്ട് നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അല്ലാതെ ഒത്തിരി ആർഭാടമായിട്ട് നടത്തുന്നതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതാ ചെറിയ തോതിലാണ് ഞങ്ങൾ നടത്തിയേക്കുന്നത്. അങ്ങനെ ഇതാ ചേട്ടനുമായിട്ട് അവൾ ഭയങ്കര കളിയാണ്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഇതാ 2 പേരും കൂടെ ഭയങ്കര കളിയാണ്. അവൾക്ക് വെക്കേണ്ട ക്യാപ്പ് ചേട്ടനാണ് ലാസ്റ്റ് വെക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണെന്ന് തോന്നുന്നു. ആ ബർത്ത്ഡേ ഉടുപ്പിട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അത് ഊരി ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കാണ് അവൾക്ക് കുറച്ച് സമാധാനമായത്. അങ്ങനെ ദേ ചേട്ടായും അനിയത്തിയും കൂടെ ഇനി വണ്ടിയുടെ പേരിലാണ്. അങ്ങനെ ഇതാ 2 പേരും കൂടെ വണ്ടിക്ക് വേണ്ടി വഴക്കായപ്പോഴത്തേക്ക് 2 പേരെയും കൂടെ വണ്ടിയെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ചേട്ടായി പറഞ്ഞു ഞാനെന്നാൽ ബർത്ത്ഡേ ക്യാപ്പ് വെച്ചോളാമെന്ന്. ബർത്ത്ഡേ ക്യാപ്പ് ചേട്ടായും വെച്ചു, അനിയത്തീനെയും വെച്ച്. ദാവൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിപ്പിക്കാമെന്ന്. അങ്ങനെ ദാവൻ അവളെ ഇതേ വണ്ടിയെ കയറ്റി 2 പേരും കൂടെ ഭയങ്കര കളിയാണ്. അങ്ങനെ ദേ 2 പേരും കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എങ്കിൽ നമുക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താ ഞങ്ങളും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.